അശീതി പ്രഭാഷണ പരമ്പര ഇന്നത്തെ നമ്മുടെ ദിവസത്തിന്റെ താരമായ ഏറ്റവും ആദരണീയനായ പ്രൊഫസർ ജോർജ് മീനാശ്ശേരി സാറെ, ഒറ്റ വാക്കിലെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലുള്ള നിങ്ങൾ എല്ലാവരും തന്നെ വളരെ ആദരണീയരായ വിശിഷ്ട വ്യക്തികളാണ്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ നമസ്കാരം. ആദ്യമേ തന്നെ ഇത്രയേറെ വൈകിയതിലുള്ള ക്ഷമ ഞാൻ ചോദിക്കുകയാണ്. താഴത്ത് പിതാവിന്റെ പല ഉത്തരവാദിത്തങ്ങൾ പിതാവിന്റെ സാന്നിധ്യത്തിൽ എന്നെ ഏൽപ്പിച്ചതുകൊണ്ട് പലതും ഇടയ്ക്ക് കയറി വന്നു. നേരം വൈകിയതിന് ക്ഷമ. എന്നെ സംബന്ധിച്ച് മീനാശ്ശേരി സാറ് എൻ്റെ ഗുരുവാണ്, എൻ്റെ കുടുംബ സുഹൃത്താണ്, എൻ്റെ അപ്പച്ചൻ്റെ കൊളീഗാണ്. അങ്ങനെ എൻ്റെ സാറിൻ്റെ മകനും എൻ്റെ മകൻ ഞാൻ ക്ലാസ്മേറ്റ്സ് ആണ്. പല വിധത്തില് എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ജീവിതമാണ് മീനാശ്ശേരി സാറിൻ്റെ. അത്ഭുതത്തോടെ മാത്രം നോക്കിക്കാണാവുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ, ചലിക്കുന്ന ഒരു വിജ്ഞാനകോശം. അല്ലെങ്കിൽ ആർക്കാണ് ഈ അശീതിയുടെ നിറവിൽ 8 വളരെ ഗഹനമായ ആധികാരികമായ പ്രഭാഷണങ്ങൾ നിർവഹിക്കുവാൻ സാധിക്കും? എനിക്ക് തോന്നുന്ന മാഷത്തേക്ക് ആയാവുമ്പോൾ ഞാൻ മിക്കതും ഓർമ്മയൊക്കെ പോയി വടികുത്തിപ്പിടിച്ചുണ്ടെങ്കിൽ വടിയൊക്കെ കുത്തിപ്പിടിച്ച് ഇങ്ങനെ ഒന്നിനും പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കാനാണ് സാധ്യത. മാഷിപ്പോഴും ആ മുഖത്ത് കാണുന്നത് പോലെ തന്നെ മനസ്സുകൊണ്ടും ചെറുപ്പമാണ്, വളരെ ചെറുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും പുതിയ തലങ്ങളിലേക്ക് എത്തി നോക്കാനും അറിവ് സമ്പാദിക്കാനും അറിവ് പകർന്നു കൊടുക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ കണ്ടെത്തി അതിനൊക്കെ പരിശ്രമിച്ചുകൊണ്ട് ആ യുവത്വം ജീവിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകം മാസ്റ്ററുടെ ജീവിതത്തിന് മുമ്പില് മാസ്റ്ററുടെ ഈ അശീതിയുടെ നിറവിൽ എല്ലാ വിധത്തിലുള്ള ദൈവാനുഗ്രഹവും ഞാൻ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഞാൻ ഒറ്റ വാക്കേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. മാസ്റ്ററെ പോലുള്ള ജീവിതങ്ങള് നമ്മുടെ പുതിയ തലമുറയില് വിരളമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു ദുഃഖം ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത വിഷയം ചരിത്രമായിരുന്നു. അതിനുള്ള ഒരു കാരണം എൻ്റെ അമ്മ ചരിത്രാധ്യാപികയായിരുന്നു എന്നും അമ്മ എപ്പോഴും ചരിത്രത്തെ ഇങ്ങനെ അത്രമാത്രം ആദരവോടുകൂടി സംസാരിക്കുകയും എപ്പോഴും ചരിത്രപരമായ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ ഒരു 12-13 വയസ്സിൽ ആ ഒരു കൗമാരത്തിന്റെ ഒരു എതിർപ്പ് എൻ്റെ മനസ്സിലേക്ക് ചരിത്രത്തോട് കടന്നു വന്നു. അത് തന്നെ ഇംഗ്ലീഷിനോട് സംഭവിച്ചു. കാരണം അപ്പൻ ഇംഗ്ലീഷാണ് പഠിപ്പിച്ചത്. പക്ഷേ പിന്നീട് എൻ്റെ യൂണിവേഴ്സിറ്റി പഠന കാലഘട്ടത്തിൽ ഏറ്റവും ആദ്യം ഞാൻ തിരിച്ചറിഞ്ഞത് ഇംഗ്ലീഷിന്റെ വിലയാണ്, അതിൻ്റെ മഹാത്മ്യമാണ്. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചറിഞ്ഞതാണ് ചരിത്രം. പ്രത്യേകിച്ചും ദൈവശാസ്ത്രം പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഈ പഠിക്കുന്ന കാര്യങ്ങളൊന്നും വെറും ആശയങ്ങളല്ല, ഇവയൊക്കെ ചരിത്രത്തിന്റെ ഗതിവിഗതികളിലൂടെ പല വിധത്തിലുള്ള രൂപമാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളതാണ്. ഈ ഓരോ ആശയത്തിന് പുറകിലും ഒരു വലിയ നീണ്ട ചരിത്ര പശ്ചാത്തലമുണ്ട് എന്ന് ഒക്കെ തിരിച്ചറിയുവാൻ തുടങ്ങിയപ്പോൾ
പ്രത്യേകിച്ച് എൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒത്തിരിയേറെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വായിക്കാനും അറിയാനും ഒക്കെ സാധിച്ചു. ഞാൻ എന്തിനെ എതിർത്തുവോ അതിനെയൊക്കെ സ്നേഹിക്കാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഈ പുതിയ തലമുറയുടെ ഈ ചരിത്രത്തോടുള്ള ഈ ഒരു അകൽച്ച, എന്നെ പോലുള്ളവരിലൊക്കെ ഞങ്ങൾ ചെയ്ത ഈ ഒരു പാപം, അത് ആദിപാപം എന്നുള്ളത് പോലെ ഒരു തലമുറകളിലേക്ക് പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു പേടിയുണ്ട്. ആ സമയത്ത് ചരിത്രത്തിന്റെ മൂല്യം എന്തെന്ന് ഇന്നും സമകാലിക യാഥാർത്ഥ്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ പോലും അതിലും ഈ ചരിത്രത്തിന്റെ, സംസ്കാരത്തിന്റെ, നമ്മളുടെ ആദ്യ കാലഘട്ടങ്ങളുടെയൊക്കെ ആ മൂല്യം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് മാസ്റ്റർ എടുക്കുന്ന വലിയ ഒരു പരിശ്രമത്തെ അഭിനന്ദിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ചരിത്ര കുരുകികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയേണ്ട കാര്യമല്ലെന്ന് എനിക്കറിയാം. പക്ഷേ മാസ്റ്ററുടെ ജീവിതം ഇങ്ങനെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുവാനും മാസ്റ്റർ സമൂഹത്തിന് നൽകിയ സംഭാവനകൾ അത് നമ്മുടെ പൊതുസമൂഹത്തിൽ ഒരിക്കൽ കൂടെ ഉണർവുണ്ടാക്കത്തക്ക വിധത്തിൽ അവതരിപ്പിക്കുന്നതിനും പുനരവതരിപ്പിക്കുന്നതിനും ഈ സംഘാടക സമിതി നിങ്ങൾ ഓരോരുത്തരും ചെയ്ത വലിയ ഈ പരിശ്രമത്തെ ഒരിക്കൽ അഭിനന്ദിച്ചുകൊണ്ട് ഈ വലിയ വേളയിൽ തന്നെ നിങ്ങൾ ഈ 2 വാക്കുകൾ കേട്ടതിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി എന്റെയും നമ്മുടെ എല്ലാവരുടെയും തൃശ്ശൂർ അതിരൂപതയുടെയും പേരിലുള്ള എല്ലാ ആദരവും ബഹുമാനവും മാസ്റ്ററിന് സമർപ്പിക്കുന്നു. മാസ്റ്ററുടെ മുമ്പിൽ ആദരവോടുകൂടി ശിരസ് നമിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ